ഓണം ഇങ്ങെത്തിയില്ലേ. നമ്മുടെ ഓണ വിഭവങ്ങളിൽ മൂന്നാമത്തെ ഐറ്റമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാളനാണ്. അപ്പോൾ കാളൻ എനിക്കൊരുപാട് ഇഷ്ടമാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായും ചേനയും നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3/4 വേവാകുമ്പോൾ നമുക്കതിലേക്ക് തൈര്, നല്ല കട്ട തൈര് അടിച്ചത് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക, നന്നായി വറ്റിക്കുക. ഒരുവിധം അങ്ങനെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം, ജീരകം, പച്ചമുളക് ഇത് മൂന്നും കൂടി വെണ്ണ പോലെ അരയ്ക്കണം. നല്ല വെണ്ണ പോലെ അരയ്ക്കണം. അത് അരച്ചത് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുറുക്കി വറ്റിക്കണം. കുറുക്ക് കാളനാക്കുമ്പോഴാണ് ഇത്രയും നമ്മൾ വറ്റിക്കുന്നത്. സദ്യക്കൊക്കെ നമ്മൾ കുറുക്ക് കാളനാണല്ലോ വിളമ്പുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വറ്റിക്കണം. നല്ല പോലെ വറ്റിച്ച് ഇങ്ങനെ കട്ടയായിട്ട് വരും. നല്ല കട്ടയായിട്ട് വരുമ്പോൾ നമുക്ക് അത് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉണക്കമുളക്, കടുക്, കറിവേപ്പില, കുറച്ച് ഉലുവ അതും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. നല്ല സ്വാദുള്ള കാളൻ തയ്യാർ.